ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ്ഭാഗവതം 12 സ്കന്ധം 13-ാം അധ്യായം. ഇപ്പം നമ്മൾ ഇന്നലെ 2-ാം ശ്ലോകത്തിലാണ് നിർത്തിയത് അല്ലേ? പാൽക്കടൽ കടഞ്ഞ സമയത്തും മറ്റു പല അവസരങ്ങളിലും ഭഗവാൻ കൃഷ്ണൻ പ്രദർശിപ്പിച്ച മഹിമ ആർക്കും അറിയാൻ സാധ്യമല്ല എന്ന് സൂചിപ്പിച്ചുകൊണ്ട് കേട്ടോരെ മുഴുവൻ ഋഷിമാരെ സൂതൻ ആശീർവദിക്കുകയാണ്. ഈ സമുദ്രമഥനം നടത്തുന്ന സമയത്ത് കടകോലായിട്ട് ഉപയോഗിച്ച മഹത്തായിട്ടുള്ള വലിയ മന്ദരപർവ്വതം സമുദ്രത്തിൽ താണുപോയില്ലേ? ആ അവസരത്തിൽ അതിനെ ഉയർത്തി നിലയ്ക്ക് നിർത്താൻ വേണ്ടിയിട്ട് ഭഗവാൻ ആമയുടെ ആകൃതി ധരിച്ചു അല്ലേ? എന്നിട്ടോ ഭഗവാൻ തൻ്റെ പുറത്ത് മന്ദരപർവ്വതത്തെ ധരിച്ചില്ലേ? ആ സമയത്ത് അപ്പോൾ ദേവാസുരന്മാർ യോജിച്ച് മന്ദരപർവ്വതത്തെ മഥനം ചെയ്തു. അപ്പോൾ ഭഗവാന്റെ പുറത്ത് കിടന്നല്ലേ മന്ദരപർവ്വതം ചുറ്റിത്തിരിയണേ. ആ മഹാപർവ്വതത്തിൻ്റെ ശിലാഗ്രഭാവങ്ങൾ ഭഗവാന്റെ പുറത്ത് കിടന്ന് വട്ടം തിരിയുമ്പോൾ അതിൻ്റെ സ്പർശന സുഖത്താൽ ഭഗവാൻ നിദ്രയെ പ്രാപിച്ചു. ആ ഭഗവാന്റെ ശ്വാസവായുക്കൾ നിങ്ങളെ പരിപാലിക്കട്ടെ എന്ന് പറയുകയാണ് ഋഷിമാരോട്, ശൗനക ഋഷിയോടൊക്കെ. ആ വായുക്കളുടെ ചലനശക്തി വാസനരൂപമായിട്ട് സമുദ്രത്തിൽ അവശേഷിച്ചേക്കണു. അതുകൊണ്ടാണ് സമുദ്രത്തിൻ്റെ ചലനം ഇപ്പോഴും അടങ്ങാണ്ടിരിക്കുന്നത്. ഇപ്പോൾ കാണപ്പെടുന്ന സമുദ്രജലത്തിന് സമുദ്രക്ഷോഭമല്ലേ കാരണം എന്നുള്ള ശങ്കയൊന്നും വേണ്ട. ക്ഷോഭം എന്നുള്ള വ്യാജരൂപേണ ഭഗവാന്റെ ശ്വാസവായുക്കളുടെ അന്നുണ്ടായ ശക്തി തന്നെയാണ് ഇന്നും ആ ജലചലനം ജനിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്രകാരം അപാരമായിട്ടുള്ള പരാക്രമശാലിയായിട്ടുള്ള ആ കമഠമൂർത്തി അല്ലേ, അന്ന് ആ മന്ദരപർവ്വതത്തെ ഉയർത്തിയ പോലെ സംസാര സമുദ്രത്തിൽ മുങ്ങിക്കിടക്കണ നിങ്ങളുടെ മനസ്സാവണ മന്ദരപർവ്വതത്തെ അതിൽ നിന്ന് ഉയർത്തി സർവാപത്തുക്കളിൽ നിന്നും ഭഗവാൻ കൃഷ്ണൻ തീർത്ത് രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞ് സൂതൻ ഋഷിമാരെ അനുഗ്രഹിക്കുക. പുരാണസംഖ്യാസംഭൂതിം അസ്യ വാച്യപ്രയോജനേ ദാനം ദാനസ്യ മാഹാത്മ്യം പാഠാദേശ്ച നിബോധമേ. പുരാണസംഖ്യാസംഭൂതിയും പുരാണങ്ങളുടെ സംഖ്യയുമാകെ ഓരോ പുരാണങ്ങളുടെയും ശ്ലോകസംഖ്യ എത്ര ശ്ലോകം ഉണ്ടെന്നുള്ള എണ്ണേ. അസ്യ ഇതിൻ്റെ വാച്യപ്രയോജന വിഷയപ്രയോജനവും ദാനവും ദാനസ്യ ദാനത്തിൻ്റെയും പാഠാദേച്ച മഹാത്മ്യം പാഠാദികളുടെ മഹാത്മ്യം മേ ബോധന്യെന്നും മനസ്സിലായിക്കോളൂ എന്ന് പറയും. അപ്പോൾ പുരാണങ്ങൾ എത്രയാണെന്നും അവയിലൊക്കെ ശ്ലോകസംഖ്യ എത്രയാണെന്നും അത് ഏത് വിധത്തിലുണ്ടായതാണെന്നും ഈ പുരാണത്തിൽ പ്രതിപാദിച്ച വിഷയവും അതിൻ്റെ പ്രയോജനവും പുരാണഗ്രന്ഥം ദാനം ചെയ്യുക, പഠിക്കുക, കേൾക്കുക, ഇതിൻ്റെയൊക്കെ മഹാത്മ്യം ഞാൻ പറയാം, നിങ്ങൾ കേട്ടോളൂ എന്ന് പറയാണ് സൂതനെ. ബ്രഹ്മം ദശസഹസ്രാണി പാത്മം പഞ്ചോനഷഷ്ടി ച ശ്രീവൈഷ്ണവം ത്രയോവിംശ ചതുർവിംശതി ശൈവകം ദശാഷ്ടൗ ശ്രീഭാഗവതം നാരദം പഞ്ചവിംശതി മാർക്കണ്ഡം നവമാഹ്നം ച ദശപഞ്ച ചതുശതം ചതുർദശ ഭവിഷ്യം സ്യ തഥാ പഞ്ചശതാനി ച ദശാഷ്ടൗ ബ്രഹ്മവൈവർത്തം ലിംഗമേകാദശൈവ തൂ ചതുർവിംശതിവാരാഹം ഏകാശീതിസഹസ്രകം സ്കാന്ധം ശതം തഥാ ചൈകം വാമനം ദശകീർത്തിതം കൗർമം സപ്തദശാഖ്യാതം മാത്സ്യം തത്തു ചതുർദശ ഏകോനവിംശത് സൗപർണം ബ്രഹ്മാണ്ഡം ദ്വാദശൈവ തൂ. ഏവം പുരാണസന്തോഹ ചതുർലക്ഷ ഉദാഹൃതാ തസ്ത്രാഷ്ടദശസഹസ്രം ശ്രീഭാഗവതം ഇഷ്യതേ. അപ്പോൾ ഓരോ പുരാണങ്ങളിലും എത്ര ശ്ലോകമാണ് എന്നൊക്കെ വിശദീകരിച്ചു കൊടുക്കുകയാണ്. ഈ ബ്രഹ്മപുരാണത്തിൽ 10,000 ശ്ലോകമുണ്ട്, പത്മത്തിലോ 55,000 ശ്ലോകം. വലിയ പുരാണമാണ് അല്ലേ?
വൈഷ്ണവപുരാണത്തിൽ 23,000 ശ്ലോകമാണുള്ളത്. ശൈവത്തിലോ 24,000. ശ്രീഭാഗവതം 18,000 ശ്ലോകമാണ്. നാരദപുരാണോ 25,000 ശ്ലോകം. മാർക്കണ്ഡേയപുരാണം 9,000 ശ്ലോകവും. വഹ്നിപുരാണം 15,400 ശ്ലോകവും. ഭവിഷ്യപുരാണം 14,500 ശ്ലോകവും. ബ്രഹ്മവൈവർത്ത പുരാണം 18,000 ശ്ലോകവും. ലിംഗപുരാണം 11,000 ശ്ലോകവും. വാരാഹപുരാണം 24,000 ശ്ലോകം. സ്കന്ധപുരാണം വളരെ വലുതാണ്, 81,100 ശ്ലോകം. വാമനപുരാണം 10,000 ശ്ലോകം. കൂർമ്മപുരാണം 17,000. മത്സ്യം 14,000 ശ്ലോകം. ഗാരുഡപുരാണം 19,000 ശ്ലോകം. ബ്രഹ്മാണ്ഡപുരാണം 12,000 ശ്ലോകം. ഇപ്രകാരം 18 പുരാണങ്ങളെ കൂടി ആകെ 4,00,000 ശ്ലോകം അടങ്ങിയേക്കുന്നു. അതിൽ ശ്രീ ഭാഗവത പുരാണത്തിൽ 18,000 ശ്ലോകം അടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ എന്ന് ചോദിക്കുക. ഇതം ഭഗവതാ പൂർവം ബ്രഹ്മണേനാഭിപങ്കജേ സ്ഥിതായ ഭവഭീതായ കാരുണ്യാത് സംപ്രകാശിതം. ഇതം ഇത് പൂർവം ആദിയിൽ നാഭിപങ്കജേ നാഭിപത്മത്തിൽ സ്ഥിതായ ഇരിക്കണവനും ഭവഭീതായ സംസാരത്തിൽ നിന്ന് ഭയപ്പെട്ടിരിക്കണവനുമായിട്ടുള്ള ബ്രഹ്മണെ ബ്രഹ്മാവിനായിക്കൊണ്ട് ഭഗവാനാൽ കാരുണ്യം മൂലം സംപ്രകാശിതം നന്നായി പ്രകാശിക്കപ്പെട്ടു. ഈ പുരാണേ ആദിയിൽ നാഭികമലത്തിൽ സ്ഥിതി ചെയ്യണ ബ്രഹ്മദേവനെ ലോകസൃഷ്ടിക്കായിട്ട് ഭഗവാൻ നാരായണൻ നിശ്ചയിച്ചപ്പോൾ സൃഷ്ടികർമ്മത്താൽ ബന്ധം വരുന്നുള്ള ഭയമുണ്ടായ ബ്രഹ്മാവിൻ്റെ ഭീതി തീർക്കാനായിട്ട് ഈ ഭഗവാൻ ബ്രഹ്മാവിന് സ്പഷ്ടമായിട്ട് ചെയ്ത ഉപദേശമാണ്. ഭഗവാനാൽ ഉപദേശിക്കപ്പെട്ടതുകൊണ്ടാണ് ഭാഗവതം എന്നുള്ള പേരുണ്ടായത്. 4 ശ്ലോകത്താൽ ചതുശ്ലോകി ഭാഗവതം എന്ന് പ്രസിദ്ധമാണ്. ഭാഗവത സാരം സംഗ്രഹിച്ചിട്ടാണെന്ന് ഭഗവാൻ ഉപദേശിച്ച്. അപ്പോൾ അതിന് ചതുശ്ലോകി ഭാഗവതം ദ്വിതീയ സ്കന്ധത്തിൽ 9-ാം അധ്യായം 33 തൊട്ട് 36 ശ്ലോകം ആണ് അത്. സംസാരഭീതിയെ തീർക്കാൻ ഉപദേശിച്ചായതുകൊണ്ട് പ്രയോജനം സംസാരഭീതി നാശം ആണെന്ന് സിദ്ധിച്ചു. കാരുണ്യത്താൽ ഉപദേശിക്കപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ദുർലഭമായിട്ടുള്ള ഭഗവത് കാരുണ്യ നിമിത്തം സംസാര ശ്ലോകം നശിക്കുന്ന സൂചിപ്പിച്ചേക്കണു. ആദിമധ്യാവസാനേഷു വൈരാഗ്യാഖ്യാന സംയുതം ഹരിലീലാകഥവ്രാതം അമൃതാനന്ദിത സൽസുരം. ആദിമധ്യാവസാനേഷു വൈരാഗ്യാഖ്യാന സംയുതം ഹരിലീലാകഥാവ്രാതം അമൃതാനന്ദിത സൽസുരം. ആദിമധ്യാവസാനങ്ങളിൽ വൈരാഗ്യാഖ്യാന സംയുതം വൈരാഗ്യം ജനിപ്പിക്കുന്ന കഥകളോട് കൂടിയതും ഹരിലീല കഥാവ്രാത അമൃതാനന്ദിത സത്സുര. ഹരിലീല സമൂഹമാണ് അമൃതത്താൽ ആനന്ദിക്കപ്പെട്ട സത്തുക്കളോടും സുരന്മാരോടും കൂടിയതാണെന്ന് പറയുകയാണ്. അപ്പോൾ ഈ ഭാഗവത പുരാണത്തിൻ്റെ ആദിമധ്യാവസരങ്ങളിൽ പ്രാപഞ്ചിക സുഖം നിസ്സാരാന്ന് ബോധിപ്പിച്ച് പ്രപഞ്ചസുഖത്തിൽ വിരക്തി ജനിക്കാൻ ഉപകരിക്കുന്ന കഥകൾ അടങ്ങിയേക്കണു. ശ്രീഹരിലീലാ കഥകളാവണ അമൃതത്താൽ ഈ പുരാണം സജ്ജനങ്ങളെയും ദേവന്മാരെയും ആനന്ദിപ്പിക്കണു. സർവവേദാന്തസാരം യത് ബ്രഹ്മാത്മൈകത്വലക്ഷണം വസ്ത്വദ്വിതീയം തന്നിഷ്ഠം കൈവല്യൈക പ്രയോജനം. ബ്രഹ്മാത്മൈകത്വലക്ഷണം ബ്രഹ്മാവും ആത്മാവും ഏകാണെന്ന് കാണിക്കുന്ന ലക്ഷണത്തോടു കൂടിയതും വേദാന്തസാരം സർവവേദാംഗങ്ങളുടെ സാരടങ്ങിയിരിക്കുന്ന അദ്വിതീയം വസ്തു രണ്ടാമതിനോട് ചേരാണ്ടിരിക്കുന്ന സാമ്യമില്ലാത്ത വസ്തു യാതൊന്നാണോ തന്നിഷ്ഠം അതാവണ വിഷയത്തോടു കൂടിയതും കൈവല്യൈക പ്രയോജനം കൈവല്യമാവണ മുഖ്യ പ്രയോജനത്തോടും കൂടിയതാണെന്ന് പറയുക. അപ്പോൾ ബ്രഹ്മം തന്നെ സർവാത്മാവായിട്ട് വിളങ്ങണു. ബ്രഹ്മത്തെ കൂടാണ്ട് അന്യമായിട്ടുള്ള വസ്തു യാതൊന്നുമില്ല എന്നുള്ള തത്വം സ്പഷ്ടമായി ബോധിപ്പിക്കുന്ന വേദാന്തങ്ങളുടെ ഉപനിഷത്തുക്കളുടെ സാരം യാതൊന്നാണോ അത് തന്നെയാണ് ഈ പുരാണത്തിൽ പ്രതിപാദിച്ചേക്കുന്ന മുഖ്യ വിഷയം. ആ വേദാന്തസാരം നന്നായിട്ട് ധരിക്കുന്നവർക്ക് സിദ്ധിക്കാവുന്ന കൈവല്യം തന്നെയാണ് ഈ പുരാണ പരിശീലനത്തിൽ നിന്ന് സിദ്ധിക്കുന്ന പരമ പ്രയോജനം. പ്രൗഷ്ഠപദ്യം പൂർണ്ണമാസാം
ഹേമസിംഹാസനാന്വിതം ദദാതി ചൂ ഭാഗവതം സയാതി പരമാം ഗതി. ചിങ്ങമാസത്തിലെ അമാവാസി കഴിഞ്ഞാൽ ആരംഭിക്കുന്നതും കന്നിമാസത്തിലെ അമാവാസിയോടുകൂടി അവസാനിക്കുന്നതുമായിട്ടുള്ള മാസത്തിന് പ്രോഷ്ഠപാദം എന്നാണ് പേര്. ഈ മാസത്തിൽ പൗർണമി മാസികയിൽ വെളുത്ത നാൾ സ്വർണം കൊണ്ട് നിർമ്മിച്ച സിംഹാസനത്തിൽ വച്ചിട്ട് യാതൊരുത്തൻ ഭാഗവത ഗ്രന്ഥത്തിൽ ദാനം ചെയ്യണോ അവൻ പരമഗതിയെ പ്രാപിക്കും എന്ന് പറയുകയാണ്. ഈ രാജന്തേ താവതന്യാനി പുരാണാനി ശതാം ഗണഃ യാവത് ഭാഗവതം നൈവ ശ്രൂയതേ അമൃതസാഗരം. യാവത് എത്ര കാലം വരെ അസാഗരം ഭാഗവതം അമൃതസമുദ്രമായിട്ടുള്ള ഭാഗവതം ന ശ്രൂയതേ കേൾക്കണില്ലയോ താവത് അതുവരെ അന്യാനി പുരാണാനി അന്യങ്ങളായിട്ടുള്ള പുരാണങ്ങൾ സദാം ഗണേ സത്തുക്കളുടെ സംഘത്തിൽ രാജന്തേ ശോഭിക്കുന്നു. അമൃതസാഗര സദൃശമായിട്ടുള്ള ഈ ഭാഗവത പുരാണം ഏത് കാലം വരെ കേൾക്കപ്പെടാണ്ടിരിക്കണോ? ആരും ഏത് കാലം വരെ കേട്ടിട്ടില്ലേ? അത്രേ കാലം വരെ സജ്ജനങ്ങളുടെ സംഘത്തിൽ ഇതര പുരാണങ്ങൾ ശോഭിക്കുള്ളൂ. എപ്പോൾ ഭാഗവതം കേട്ടു തുടങ്ങണോ അന്ന് മുതൽക്ക് സജ്ജനങ്ങൾ ഭാഗവത പുരാണം മാത്രമല്ലാണ്ട് ഇതര ജനസമൂഹങ്ങളെ ആദരിക്കില്ല എന്ന് സാരം. ഭാഗവത പുരാണത്തിൽ നിന്ന് സജ്ജനങ്ങൾക്ക് ശ്രദ്ധിക്കുന്ന ആനന്ദാമൃതം അവധിയില്ലാത്തതാണ് സിദ്ധാന്തം. യാവന്ന ദൃശ്യതേ സാക്ഷാൽ ശ്രീമദ് ഭാഗവതം പരം എന്നും പാഠഭേദമുണ്ട്. സർവവേദാന്തസാരം ഹി ശ്രീമദ് ഭാഗവതമിഷ്യതി തത്ര സാമൃതതൃപ്തസ്യ നാന്യത്ര സ്യാദ് രതീഹി ക്വചിത്. ശ്രീമദ് ഭാഗവതം സർവവേദാന്തസാരം സർവ ഉപനിഷത്തുക്കളിലടങ്ങിയിട്ടുള്ള സാരാണെന്ന് ഇഷ്യതയെ പറയപ്പെടുന്നു. ഹി അതുകൊണ്ട് രസാമൃത തൃപ്തസ്യ അതിൻ്റെ അമൃത സദൃശമായിട്ടുള്ള രസത്താൽ തൃപ്തിപ്പെട്ടവന് അന്യത്ര ക്വചിത് അന്യമായിട്ടുള്ള ഒരു ഒന്നിലും രതി താല്പര്യം ന ഭവതി ഉണ്ടാവില്ല എന്ന് പറയുക. അപ്പം എന്തുകൊണ്ടാണ് ഭാഗവത ശ്രവണാനന്തരം സജ്ജനങ്ങൾ ഇതര പുരാണങ്ങൾ ആദരിക്കില്ല എന്ന് പറഞ്ഞെന്ന ചോദ്യത്തിന് ഉത്തരം പറയുന്നത് ശ്രീ ഭാഗവതം സർവവേദാന്ത സാരടങ്ങിയ ഉത്തമ ഗ്രന്ഥമാണെന്ന് പറയപ്പെടുന്നു. അതിൽ നിന്നൊഴുകുന്ന രസാവണ അമൃതത്തെ ആസ്വാദനത്താൽ സംതൃപ്തനായിട്ടുള്ള ഒരുത്തന് അന്യമായിട്ടുള്ള യാതൊന്നിലും രുചി ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഇതര പുരാണങ്ങളെ ആദരിക്കണില്ല എന്ന് പറഞ്ഞത്. നിമ്നാനാം യഥാ ഗംഗാം ദേവാനാമച്യുതോ യഥാ വൈഷ്ണവാനാം യഥാ ശംഭു പുരാണാനാം ഇദം പ്രജ. നിമ്നാനാം നദികളുടെ മധ്യേ ഗംഗാ യഥാ ഗംഗ ഏതു വിധാണോ വൈഷ്ണവാനാം വിഷ്ണുഭക്തന്മാർക്ക് ദേവാനാം ദേവന്മാരുടെ മധ്യേ അച്യുതം യഥാ അച്യുതൻ ഏതു വിധാണോ ശംഭു യഥാ ഭഗവാൻ ശിവൻ ഏതു വിധാണോ പുരാണാനാം ഇതര പുരാണങ്ങളുടെ മധ്യേ ഇതം തഥാ അപ്രകാരമെന്ന് പറയുക. അപ്പോൾ നദികളുടെ മധ്യേ ഗംഗ പോലെയും വിഷ്ണുഭക്തന്മാരായിട്ടുള്ള ദേവന്മാരുടെ മധ്യേ ഗുണങ്ങളെ കൊണ്ടും സ്വരൂപം കൊണ്ടും നാശരഹിതമായിരിക്കുന്ന ശ്രീ ഭഗവാനെ പോലെയും ശിവഭക്തന്മാർക്ക് അവരുടെ മധ്യേ ശ്രീ ശിവനെ പോലെയും പുരാണങ്ങളുടെ മധ്യേ ഇതര പുരാണം ശ്രേഷ്ഠമാണ്. ഈ ശ്ലോകത്തിൽ വൈഷ്ണവാനാം എന്നുള്ള പദം പ്രയോഗിച്ചേക്കുന്നു. ആ ശ്ലോകത്തിലടങ്ങിയിട്ടുള്ള വൈഷ്ണവാനാം എന്ന പദം പ്രയോഗിച്ചുകൊണ്ട് ശൈവാന എന്നുള്ള പദം അധ്യാഹരിച്ചാണ്. അതുകൊണ്ട് ശംഭു എന്ന പദത്തെ അച്യുത എന്ന പദത്തിന് വിശേഷണമായിട്ട് കരുതിയാലും യാതൊരു വിരോധമില്ല എന്ന് പറയുക. ശംസുഖം ഇവനീന ഉത്ഭവിക്കണമെന്നുള്ള അക്ഷരാർത്ഥം അച്യുതനെ നിശ്ചയിക്കാം. അപ്പോൾ വിഷ്ണു ഭക്തന്മാർ ദേവന്മാരിൽ വെച്ച് സുഖപ്രദ അച്യുതൻ തന്നെയെന്ന് നിശ്ചയിക്കും പോലെ പുരാണങ്ങളിൽ വെച്ച് ഭാഗവതം തന്നെ പരമസുഖം നൽകണമെന്ന് നിശ്ചയിച്ചേക്കണം എന്ന് ധരിക്കണേലും വിരോധമില്ല. ക്ഷേത്രാണാം ചൈവ സർവേഷാം യഥാ കാശി അനുത്തമാം തഥാ പുരാണവ്രാതാനാം ശ്രീമദ്ഭാഗവതം ദ്വിജാ. സർവേഷാം ക്ഷേത്രാണ് സർവക്ഷേത്രങ്ങളുടെ മധ്യേ കാശി യഥാ അനുത്തമ. കാശി എപ്രകാരം അത്യുത്തമാണോ ദ്വിജാഹേ ദ്വിജന്മാരെ തഥാ പുരാണ പ്രാധാന അപ്രകാരം പുരാണ സമൂഹങ്ങളുടെ മധ്യേ
ശ്രീമദ് ഭാഗവതം അനുത്തമ അത്യുത്തമ ദ്വിജന്മാരെ സകല ക്ഷേത്രങ്ങളിലും വെച്ച് ശ്രീ കാശി ക്ഷേത്രം ഏതുവിധ അത്യുത്കൃഷ്ടമായിട്ടിരിക്കണോ അതുപോലെ സർവസമ്മതമായിട്ടുള്ള ശ്രീമദ് ഭാഗവതം സർവപുരാണങ്ങളിലും വെച്ച് അത്യുത്തമാണ്, സർവസമ്മതാണ് എന്ന് പറയാം. ശ്രീമദ് ഭാഗവതം പുരാണമമലം യത് വൈഷ്ണവാനാം പ്രിയം യസ്മിൻ പാരമഹംസ്യമേകമമലം ജ്ഞാനം പരം ഗീയതേ തത്ര ജ്ഞാനവിരാഗഭക്തിസഹിതം നൈഷ്കർമ്മ്യമാവിഷ്കൃതം തശൃണ്വൻ വിപഠൻ വിചാരപരണു ഭക്തിയാ വിമുച്യേൻ നരാ. അമലം ദോഷം നശിപ്പിക്കണം, ശ്രീമദ് ഐശ്വര്യം ഉണ്ടാക്കണം. ഭാഗവതം ഭഗവാന്റെ ഗുണങ്ങളെ പ്രതിപാദിക്കുന്നതായിട്ടുള്ള പുരാണം. ഈ പുരാണം യാതൊന്നാണോ? അത് വൈഷ്ണവാനാ വിഷ്ണു ഭക്തന്മാർക്ക് അതിപ്രിയ ആണെന്ന് പറയുക. യസ്മിൻ യാതൊന്നിൽ പരമഹംസന്മാരാൽ പ്രാപിക്കപ്പെടാൻ യോഗ്യവും ഏകം അദ്വിതീയവും അമലം വിഷയസംബന്ധമില്ലാത്ത പരംജ്ഞാനം പരമോത്കൃഷ്ടമായിട്ടുള്ള ബ്രഹ്മസ്വരൂപം ഗീയതയെ ഗാനം ചെയ്യപ്പെടണു. തത്ര അതിൽ ജ്ഞാനവിരാഗഭക്തി സഹിതം ജ്ഞാനവൈരാഗ്യ ഭക്തിയുക്തമായിരിക്കണം. നൈഷ്കർമ്മ്യം കർമ്മവിരക്തി ആവിഷ്കൃതം ശ്രവിക്കണൂനും വിപഠൻ ശ്രദ്ധ പഠിക്കണൂനും പുരാണ വിചാരതൽപരരായിട്ടുള്ള മനുഷ്യൻ ഭക്തി കൊണ്ട് വിമുച്ചിയ മുക്തനാവുമെന്ന് പറയുകയാണ്. അപ്പോൾ ശ്രീമദ് ഭാഗവത പുരാണം ഭക്തിപൂർവം ശ്രവണ കീർത്തനാദികളെയാണ് പുരുഷൻ സംസാരബന്ധത്തിൽ നിന്ന് മുക്തനായിട്ട് വരുന്ന കാരണസഹിതം ഉറപ്പിക്കുകയാണ്. അപ്പോൾ ശ്രീമദ് ഭാഗവതം നിത്യവും ഭക്തിപൂർവം കേൾക്കാനും കീർത്തനം ചെയ്യാനും മനുഷ്യൻ പരിശ്രമിക്കണം. അങ്ങനെ ചെയ്യുമ്പോൾ സംസാരബന്ധത്തിൽ നിന്ന് മുക്തനായി വരുമെന്ന് കാരണസഹിതം ഉറപ്പിക്കുകയാണ്. ഈ മോക്ഷപ്രതിബന്ധമായിരിക്കണം രാഗദ്വേഷാദി ഭാവങ്ങളെ നിശേഷം നശിപ്പിക്കണവും മോക്ഷപ്രദനായിട്ടുള്ള ഭഗവാന്റെ ഭക്തവാത്സല്യാദി ഗുണങ്ങളെ പ്രകാശിപ്പിക്കണമായിട്ടുള്ള ശ്രീ ഭാഗവത പുരാണത്തെ വൈഷ്ണവരെ എപ്പോഴും ഇഷ്ടപ്പെട്ടേക്കണു. വെള്ളവും പാലും കലർത്തി വച്ചേന്ന് വെള്ളത്തെ തള്ളിക്കളഞ്ഞ് പാലിനെ മാത്രം വേർതിരിച്ചെടുത്ത് സമാസ്വദിച്ചിരിക്കുന്ന ഹംസങ്ങളെപ്പോലെ ചരാചര സ്വരൂപങ്ങളിൽ വ്യാപിച്ചേക്കണ അരൂപനായിട്ടുള്ള പരമാത്മാവിനെ വിവേകിയായിട്ടുള്ള വിവേകശക്തിയാൽ വേർതിരിച്ച് സാക്ഷാത്കരിക്കാൻ ശക്തരായിട്ടുള്ള പരമഹംസന്മാരാൽ അനുഭവരൂപേണ അറിയപ്പെടണവും വിഷസംബന്ധമില്ലാത്തതും അത്യന്ത നിർമ്മലവും അദ്വിതീയവും കർമ്മങ്ങളെ കൊണ്ട് പ്രാപിക്കാൻ കഴിയാത്തതുമായിട്ടുള്ള സച്ചിദാനന്ദാത്മായിട്ടുള്ള പരബ്രഹ്മസ്വരൂപത്തെക്കുറിച്ച് സ്പഷ്ടമായിട്ട് ഭാഗവത്തിൽ വർണ്ണിച്ചേക്കുന്നു. ജ്ഞാനം വൈരാഗ്യം ഭക്തി ഇതിൻ്റെയൊക്കെ സ്വരൂപവും ജീവാത്മാവിൻ്റെ കർമ്മവിമുക്തയും ഇതിൽ പ്രകാശിപ്പിച്ചേക്കുന്നു. ഇപ്രകാരം സർവദാ പരമപുരുഷാർത്ഥത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഈ ഭാഗവത ശാസ്ത്രം ശ്രദ്ധാഭക്തി സവിധം ശ്രവിക്കുകയും പഠിക്കുകയും അർത്ഥവിചാരം ചെയ്യുന്ന പുരുഷൻ ഭക്തിയാൽ പരിശുദ്ധാന്തകരണനായിട്ട് സംസാരബന്ധത്തിൽ നിന്ന് നിത്യമുക്തനായിട്ട് ഭവിക്കും എന്ന് പറയുക. യസ്മൈ യേന വിഭാസിതോ അയമതുലോ ജ്ഞാനപ്രദീപ പുരാ തദ്രൂപേണ ച നാരദായ മുനൈ കൃഷ്ണായ തദ്രൂപിണാം യോഗീന്ദ്രായ തദാത്മനാഥ ഭഗവത് രാധായ കാരുണ്യതാ ശുദ്ധം വിമലം വിശോകമമൃതം സത്യം പരം ധീമഹി. അതുലം സാദൃശ്യമില്ലാത്ത അയം ജ്ഞാനപ്രദീപ ജ്ഞാനസ്വരൂപമായിട്ടുള്ള ഈ ഉത്കൃഷ്ട ദീപം കൽപ്പത്തിൻ്റെ അവസാനം ഏന യാതൊരുത്തനാൽ കസ്മൈ ബ്രഹ്മാവിനായിക്കൊണ്ടും തദ്രൂപേണ ബ്രഹ്മസ്വരൂപത്താൽ നാരദായ മുനിയെ നാരദമുനിക്കായിക്കൊണ്ടും തദ്രൂപിണ വ്യാസനാബലത്താൽ യോഗീന്ദ്രായ യോഗശ്രേഷ്ഠരായിട്ടുള്ള ശ്രീശുഗനായിക്കൊണ്ടും തദാത്മന ശുഗസ്വരൂപത്താൽ ഭഗവൽ രാധായ പരീക്ഷിത്തനായിക്കൊണ്ടും കാരുണ്യത്താൽ വിഭാസിത പ്രകാശിപ്പിക്കപ്പെട്ടോ. ശുദ്ധം പരിശുദ്ധവും വിമലം പാവസംബന്ധമില്ലാത്തതും ശോകം അതിക്രമിച്ചേക്കണവും അമൃതം മരണാദിവികാരരഹിതവും സത്യം ത്രികാലത്തിൽ നശിക്കാത്ത തത്പരം
ആ പരമതത്വത്തെ ഞങ്ങൾ ധീമഹി ധ്യാനിക്കണമെന്ന് പറയുക. അപ്പോൾ ശ്രീമദ് ഭാഗവതം ഏത് വിധാണ് ലോകത്ത് പ്രചരിക്കാൻ ഇടാവുന്നതെന്നുള്ള സമ്പ്രദായ പരമ്പര പ്രതിപാദിച്ചുകൊണ്ട് ഗ്രന്ഥാവസാനം മംഗളം ബന്ധിക്കണേ ഒരു കാലത്തും കേടാണ്ടിരിക്കുന്നതും എണ്ണയും തിരിയില്ലാണ്ട് അന്യാശ്രയം ഉപേക്ഷിച്ച് നിരന്തരം പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കണമായതുകൊണ്ട് മറ്റൊന്നിനോടും സാദൃശ്യപ്പെടുത്താൻ സാധിക്കാത്ത ഭാഗവതരൂപമായിട്ടുള്ള ജ്ഞാനപ്രദീപത്തെ കൽപ്പാതിയിൽ യാതൊരു നാരായണൻ ബ്രഹ്മാവിനായിട്ട് ഉപദേശിച്ചോ, ബ്രഹ്മസ്വരൂപനായിട്ടുള്ള യാതൊരു ഭഗവാനെ തൻ്റെ മോനായിട്ടുള്ള ശ്രീ നാരദമുനിക്കായിക്കൊണ്ട് ഉപദേശിച്ചോ, വേദവ്യാസമുനി സ്വരൂപനായിട്ടുള്ള യാതൊരു ഭഗവാൻ അതിനെ സ്വന്തം പുത്രനും യോഗീന്ദ്രനുമായിട്ടുള്ള ശ്രീ ശുഗമുനിക്ക് ഉപദേശിച്ചു. ശ്രീ ശുഗാചാര്യ ഭഗവാൻ തൻ്റെ ഭക്തന് ആദിയിൽ ഭഗവാനാൽ സംരക്ഷിക്കപ്പെട്ട പരീക്ഷിത് രാജാവിന് ഉപദേശിച്ചു. ഇപ്രകാരം പരമ്പര ഭാഗവതം ഭക്തന്മാരിലുള്ള കാരുണ്യം നിമിത്തം ലോകത്തിൽ ഉപദേശരൂപേണ കറങ്ങുന്നു. അപ്പോൾ അത് നിലനിർത്തിയത് അത് ഭഗവാൻ തന്നെയാണ്. അപ്പോൾ പരമപരിശുദ്ധവും വിഷയസംബന്ധമില്ലാത്തതുകൊണ്ട് അത്യന്തം വിമലവും ശോകരഹിതവും ജനന മരണാദി വികാരങ്ങൾ അതിക്രമിച്ചിരിക്കുന്നതും സച്ചിദാനന്ദ സ്വരൂപമായിട്ടുള്ള ബ്രഹ്മതത്വം ഒരു കാലത്തും നാശമില്ലാത്തതും പരമോത്കൃഷ്ടമായിരിക്കുന്ന ആ പരമതത്വത്തെ ഞങ്ങൾ ധ്യാനിക്കണം. ആദ്യ അവസാനവും ഗായത്രിയിൽ പ്രതിപാദിച്ചേക്കണ പരമതത്വത്തെ ഉപാസിച്ചുകൊണ്ട് ഗായത്രിയിൽ പ്രതിപാദിക്കപ്പെട്ടിരിക്കുന്ന തത്വം യാതൊന്നും ആ തത്വത്തെ തന്നെയാണ് ഭാഗവതത്തിലും പ്രതിപാദിച്ചിരിക്കണേന്ന് സ്പഷ്ടമാക്കിയിരിക്കുന്നു. ശ്രീഹരേ നമ ശ്രീഹരേ നമ ശ്രീഹരേ നമ. ഗോപികാജീവനസ്മരണം ഗോവിന്ദ ശ്രീ ഗോവിന്ദ ഗോപികാചരണസ്മരണം ഗോവിന്ദ ശ്രീ ഗോവിന്ദ. നമോ ഭഗവതേ വാസുദേവായ. നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ്ഭാഗവതം 12 സ്കന്ധം 13-ാം അധ്യായം. അപ്പോൾ നമ്മൾ ഇന്നലെ ശ്രീ മഹാഭാഗവതം ഏത് വിധത്തിലാണ് ലോകത്ത് മുഴുവൻ പ്രചരിക്കാൻ ഇടവന്നതെന്നുള്ള സമ്പ്രദായ പരമ്പര പ്രതിപാദിച്ചുകൊണ്ടാണ് ഈ ഗ്രന്ഥത്തിൽ മംഗളം ബന്ധിക്കുന്നത്. ഒരു കാലത്തും കെടാതിരിക്കുന്നതും എണ്ണയും തിരിവൊന്നും ഇല്ലാണ്ട് തന്നെ മറ്റൊന്നിനെ ആശ്രയം അപേക്ഷിക്കാണ്ട് നിരന്തരം പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഈ ശ്രീമദ് ഭാഗവതേ. ഒന്നിനോടും സാദൃശ്യപ്പെടുത്താൻ സാധിക്കാത്ത ഈ ഭാഗവത രൂപമായിട്ടുള്ള ജ്ഞാനദീപം സാക്ഷാൽ പരബ്രഹ്മം തന്നെയാണ് ഭാഗവം എന്ന് പറയുക. ഈ കൽപ്പത്തിൻ്റെ തുടക്കത്തിൽ ഭഗവാൻ ശ്രീനാരായണ ഭഗവാൻ ബ്രഹ്മാവിനായിട്ട് പ്രകാശിപ്പിച്ചില്ലേ, ആ ബ്രഹ്മസ്വരൂപനായിട്ടുള്ള ആ ഭഗവാൻ അതിനെ തൻ്റെ പുത്രനായിട്ടുള്ള നാരദമുനിക്കായിട്ട് ഉപദേശിച്ചില്ലേ. നാരദമുനി സ്വരൂപനായിട്ടുള്ള യാതൊരു ഭഗവാൻ അതിനെ വേദവ്യാസ മുനിക്കായിട്ട് ഉപദേശിച്ചില്ലേ. വേദവ്യാസമുനി സ്വരൂപനായിട്ടുള്ള ഭഗവാൻ അതിനെ തൻ്റെ പുത്രനും യോഗീന്ദ്രനുമായിട്ടുള്ള ശ്രീ ശുഗമുനിക്കായിട്ട് ഉപദേശിച്ചില്ലേ. ശ്രീ ശുഗസ്വരൂപനായിട്ടുള്ള ഭഗവാൻ അതിനെ തൻ്റെ ഭക്തനും ആദിയിൽ തന്നാൽ സംരക്ഷിക്കപ്പെട്ടവനുമായിട്ടുള്ള പരീക്ഷിത്ത് മഹാരാജാവിനായിക്കൊണ്ട് ഉപദേശിച്ചില്ലേ. ഇപ്രകാരം പരമ്പരയായിട്ട് ശ്രീ ഭാഗവതത്തെ ഭഗവത് ഭക്തന്മാരിലുള്ള കാരുണ്യം നിമിത്തം ലോകത്തിൽ ഉപദേശരൂപേണ നിലനിർത്തിയതാ ഭഗവാൻ തന്നെയാണ്. പരമപരിശുദ്ധവും വിഷയസംബന്ധമില്ലാത്തതുകൊണ്ട് അത്യന്തം വിമലവും ശോകരഹിതവും ജന്മമരണാദി വികാരങ്ങൾ അതിക്രമിച്ചതും സച്ചിദാനന്ദ സ്വരൂപമായിട്ടുള്ള ബ്രഹ്മതത്വം ത്രികാലത്തിലും നാശമില്ലാത്തതും പരമോത്കൃഷ്ടമായിട്ടുള്ള പരമതത്വത്തെ ഞങ്ങൾ ധ്യാനിക്കുന്നു. ആദ്യവും അവസാനവും ഗായത്രിയിൽ പ്രയോഗിച്ചേക്കണ പരമതത്വത്തെ തന്നെ ഉപാസിച്ചുകൊണ്ട് ഗായത്രിയിൽ പ്രതിപാദിക്കപ്പെട്ടേക്കണ പരമതത്വം യാതൊന്നുമാണ്. ആ തത്വത്തെ തന്നെയാണ് ഭാഗവതത്തിലും പ്രതിപാദിച്ചിരിക്കണേന്ന് സ്പഷ്ടാക്കിയേക്കണു. നമസ്തസ്മൈ ഭഗവതേ വാസുദേവായ സാക്ഷിണേ ഇതം കൃപയാ തസ്മൈ വ്യാചക്ഷേ മുമുക്ഷവേ. സാക്ഷിണേ സകല സർവന്തര്യാമീം ഭഗവതേ ഐശ്വര്യപരിപൂർണനുമായിട്ടുള്ള തസ്മൈ വാസുദേവായ വാസുദേവ ഭഗവാനായിക്കൊണ്ട് നമസ്കാരം. യാതൊരുത്തൻ കൃപയാ കാരുണ്യത്താലും മുമുക്ഷവേ കസ്മൈ മോക്ഷത്തിനായി ആഗ്രഹിച്ച ബ്രഹ്മാവിനായിക്കൊണ്ട് ഇതം വ്യാചക്ഷേതനെ വ്യാഖ്യാനിച്ചു. ആ പരമതത്വത്തെ തന്നെ ദേവതാരൂപേണയും ഗുരുരൂപേണയും ഭാവിച്ചുകൊണ്ട് നമസ്കരിക്കുക. സർവാന്തര്യാമിയും സർവരുടെയും മനത്തത്വത്തെ പ്രേരിപ്പിക്കുന്നവനും അപരിച്ഛിന്ന ഐശ്വര്യസ്വരൂപനായിട്ടുള്ള ഭഗവാനേ കൃഷ്ണ വാസുദേവന് നമസ്കാരം. യാതൊരു ഭഗവാൻ കർമ്മബന്ധത്തിൽ
അകപ്പെടാണ്ട് സൃഷ്ടികർമ്മം നടത്താൻ ആഗ്രഹിച്ച ബ്രഹ്മദേവന് മോക്ഷത്തിനായിക്കൊണ്ട് ആഗ്രഹിച്ച ബ്രഹ്മാവിന് ഈ ഭാഗവത തത്വം ഉപദേശിച്ചില്ലേ? പരമഗുരുവായിട്ടുള്ള ഭഗവാനേ, അങ്ങയ്ക്ക് നമസ്കാരം. ഇപ്പോൾ മോക്ഷത്തിന് വേണ്ടിയിട്ടാണ് ഭഗവാൻ ബ്രഹ്മാവിന് ഭാഗവതം ഉപദേശിച്ചത്. അപ്പോൾ അത് നമുക്കും അല്ലേ, ഇത്രയും വലിയ ശാസ്ത്രം നമുക്ക് കിട്ടിയത് മഹാഭാഗ്യയില്ലേ? യോഗീന്ദ്രായ നമസ്തസ്മൈ ശുഗായ ബ്രഹ്മരൂപിണി സംസാര സർപ്പദഷ്ടം യോ വിഷ്ണുരാധം അമൂചത്. യോഗീന്ദ്രായ, യോഗികളിൽ ശ്രേഷ്ഠനും ബ്രഹ്മരൂപിണി ബ്രഹ്മസാക്ഷാത്കാരം സിദ്ധിച്ച തസ്മൈ ശുഗായ, ശുഗനായിക്കൊണ്ട് നമസ്കാരം. യാതൊരുത്തൻ സംസാര സർപ്പദഷ്ടം, സംസാരാവണ സർപ്പത്താൽ ദംശിക്കപ്പെട്ട വിഷ്ണുരാധന അമൂമുചത്, മോചിപ്പിച്ചു. യാതൊരുത്തൻ സംസാരാവണ സർപ്പത്താൽ കടിക്കപ്പെട്ട പരീക്ഷത്ത് മഹാരാജാവിനെ അതിൽ നിന്ന് മോചിപ്പിച്ച് പരമ പുരുഷാർത്ഥ സ്വരൂപമായിട്ടുള്ള മോക്ഷം പ്രാപിച്ചില്ലേ? ബ്രഹ്മസ്വരൂപനും യോഗീന്ദ്രനുമായിട്ടുള്ള ആ ഭഗവാൻ ശുഗാചാര്യർക്കായിക്കൊണ്ടും നമസ്കാരം. ഭവേ യഥാ ഭക്തി പാദയോ തവ ജായതേ തഥാ കുരുഷ്വയോഗീശ നാഥസ്ത്വം നോ യഥ പ്രഭു യഥ. അതുകൊണ്ട് ത്വം നിന്തിരുവടി നാഥ, ഞങ്ങളുടെ നാഥനായിരിക്കില്ലേ? അതുകൊണ്ട് ഭവേ ജന്മം തോറും തവ പാതയോ, അങ്ങയുടെ തൃപ്പാദങ്ങൾ യഥാഭക്തി ജായതേ, എപ്രകാരമായാൽ പരമഭക്തി ഉണ്ടാവൂ യോഗേശ്വരനായിട്ടുള്ളവനെ തഥാ കുരുഷ്വ, പ്രകാരം ചെയ്തു. ഭഗവാനേ, പ്രഭോ യോഗേശ, ഞങ്ങളുടെ രക്ഷിതാവും തിരുവടിയല്ലേ. അതുകൊണ്ട് ഏതു വിധായ ഞങ്ങൾക്ക് ഇനിയൊരു ജന്മം ഉണ്ടായാലും ഏതൊരു ജന്മത്തിൽ അങ്ങയുടെ തൃപ്പാദപത്മങ്ങളിൽ പരമപ്രേമലക്ഷണമായിട്ടുള്ള ഭക്തി ഉണ്ടാവാനായിട്ട് ഞങ്ങളെ അനുഗ്രഹിക്കണ, വേറൊന്നും വേണ്ടെന്ന് പറയുക. നാമസങ്കീർത്തനം യസ്യ സർവപാപ പ്രണാശനം പ്രണാമോ ദുഃഖശമന തം നമാമി ഹരിം പദം. യസ്യ, യാതൊരു നാമസങ്കീർത്തനം, യാതൊരുത്തിൻ്റെ നാമസങ്കീർത്തനം ചെയ്യണത് സർവപാപ പ്രണാശനം, സർവപാപങ്ങളെ നിശേഷം നശിപ്പിക്കൂ. പ്രണാമ, നമസ്കാരം. ദുഃഖശമന, ദുഃഖങ്ങളെ നശിപ്പിക്കണ തം പരം ഹരിം നമാമി, പരമേശ്വരനായിട്ടുള്ള ശ്രീഹരിയെ ഞങ്ങൾ നമസ്കരിക്കുന്നു. യാതൊരുത്തൻ്റെ നാമസങ്കീർത്തനങ്ങൾ നാമം ഭക്തിപൂർവം സങ്കീർത്തനം ചെയ്യണോണ്ട് സർവവിധ പാപങ്ങളും നശിക്കൂ. യാതൊരുത്തനെ നമസ്കരിക്കണോണ്ട് സർവ്വദുഃഖങ്ങൾ ഇനിമേലുണ്ടാവാത്ത വിധം നശിക്കൂ. ആ പരമേശ്വരനായിട്ടുള്ള ശ്രീഹരിയെ ഞാൻ നമസ്കരിക്കുന്നു. ഇത് ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ അഷ്ടാദശസാഹസ്രയാം സംഹിതായാം വൈയാസിക്യാം ദ്വാദശസ്കന്ധേ ആശ്രയനിരൂപണേ പുരാണസംഖ്യാദിനിരൂപണം നാമ ത്രയോദശ അധ്യായ സമാപ്തോയം ദ്വാദശസ്കന്ധ സമ്പൂർണോയം ഗ്രന്ഥ. ഹരിപരായണം പരം പുനവദാമ്യഹം ഹരിപരായണം പരം. ശ്രീകൃഷ്ണാർപ്പണമസ്തു. ശുഭം ഭൂയാത്. ഓം തത്സത്. ഓം ശാന്തി ശാന്തി ശാന്തി. സർവം ശ്രീകൃഷ്ണാർപ്പണം അസ്തു.